ഹായ്. അപ്പോൾ ഞാനിന്ന് പറയാൻ വന്നത് എന്താണെന്ന് അറിയാമോ? വാവിട്ട വാക്കും കൈവിട്ട പ്രവൃത്തിയും. എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അല്ലേ? ശ്രദ്ധിച്ചോളൂ. മുൻകോപക്കാർ. അതാണായാലും പെണ്ണായാലും ഉണ്ടല്ലോ, അവരുടെ നാവിൻ്റെ മുമ്പിൽ നിന്ന വാക്കും അവർ പ്രവർത്തിക്കുന്നതും ഒന്നും ഒരു നിമിഷം ചിന്തിക്കാതെ അവർ പ്രവർത്തിക്കും. പക്ഷേ അത് മറ്റൊരാളിൻ്റെ മനസ്സിൽ എത്രമാത്രം മുറിവേൽപ്പിക്കുന്നുണ്ട് എന്ന് അല്പം പോലും അവരാലോചിക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ചിന്തിച്ചൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കണ്ണുനീര് ഒന്നും മാറ്റാൻ കഴിയില്ലേ? ആ വിഷമം ഒന്നും മാറ്റാൻ കഴിയില്ലേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ നാവിൻ്റെ മുമ്പിൽ നിന്നൊരു വാക്കായിരിക്കും ഒരാളിനെ മരണത്തിൻ്റെ വക്കിൽ വരെ കൊണ്ടുവത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയായിരിക്കും ആ ആളിൻ്റെ മരണത്തിൽ വരെ കൊണ്ടുവന്നെത്തിക്കുന്നത്. ഇനി എന്തിനെനിക്ക് ഞാൻ ജീവിക്കണം എന്നുള്ളൊരു അവസ്ഥ വരെ, മാനസികാവസ്ഥയെ കൊണ്ടുവന്നെത്തിക്കുന്നതാണ്. അപ്പോൾ